ഹലോ ഗായ്സ്, രാവിലെ ആദിക്കുട്ടീനെ സ്കൂളിലും വിട്ട് അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കറി വെക്കാൻ എന്തെങ്കിലും മേടിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നേരെ മീൻ കടയിലോട്ട് വെച്ച് വിട്ടു. മത്തി മേടിച്ചു കേട്ടോ. അങ്ങനെ മേടിച്ച മത്തിയൊക്കെ എടുത്ത് നേരെ അടുത്തുള്ള കടയിലോട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. ബ്രെഡും പഞ്ചസാരയൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ പഞ്ചസാരേനെ കുപ്പിയിലോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണല്ലോ കട. അപ്പോൾ പഞ്ചസാരക്ക് അവർ കെട്ടാതെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ കൈയൊക്കെ തട്ടി താഴെ വീണ് പഞ്ചസാര വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ആ ഒരു പരിപാടി അങ്ങ് ചെയ്തു. പിന്നെ കൊണ്ടുവന്ന ബ്രെഡിൽ നിന്ന് ഒരു 3-4 എടുത്തിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാമെന്ന് വിചാരിച്ചു. അകത്തോട്ട് എന്തെങ്കിലുമൊക്കെ ഇന്ധനം ആവട്ടെ എന്നേ, മീനൊക്കെ നന്നാക്കാൻ ശക്തി വേണ്ടേ. അങ്ങനെ കൊണ്ടുവന്ന മീൻ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ സമയത്ത് ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല മത്തിയാണ് ഗൈസ്, തീരെ ചെറിയ മത്തിയല്ല, ഒരു ഇടത്തരം വലുപ്പമുള്ള നല്ല ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ മത്തി വെള്ളത്തിലിട്ട് ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് ചായേൻ്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേനും ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഒന്ന് ചെറുതായിട്ട് ചൂടാറുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു, മീൻ കറിക്ക് വേണ്ടത്. അങ്ങനെ അതും ശരിയാക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒക്കെ സ്റ്റൂളിലൊക്കെ വെച്ചിട്ടാട്ടോ എടുക്കുന്നത് ഗൈസ്. അതുകൊണ്ട് വലിയൊരു ഫോക്കസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചായ ഞാൻ ഗ്ലാസ്സിലൊക്കെ എടുത്ത് ബ്രെഡൊക്കെ കൂട്ടി ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മീൻ നന്നാക്കാനാണ് പോയത്. അങ്ങനെ മത്തി മുഴുവൻ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ആക്കിയപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ തോന്നി ആ തലയൊക്കെ പോയപ്പോൾ. പിന്നെ മീൻ കറിയും വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.